എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വെറ്റില. കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെറ്റില. ഏതൊരു ചടങ്ങിലും ഏതൊരു പ്രീതികരമായിട്ടുള്ള ദേവപ്രീതികരമായിട്ടുള്ള എന്തൊരു ചടങ്ങിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെറ്റില. അപ്പോൾ മാത്രമല്ല ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതാണല്ലോ വെറ്റില. അതുപോലെ തന്നെ മുരുകനെ നമ്മൾ വെറ്റില ദീപം കൊളുത്താറുണ്ട്. അപ്പോൾ വെറ്റില വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ്. അങ്ങനെയുള്ള ഈ വെറ്റില കൊണ്ട് ധനത്തെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിദ്യയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈ വെറ്റില നുള്ളുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലരുടെയൊക്കെ വീടുകളിൽ വെറ്റിലക്കൊടി വെച്ച് പിടിപ്പിക്കാറുണ്ട്. വളരെ നല്ല ഒരു ചെടി ആയതുകൊണ്ട് തന്നെ, വളരെയധികം നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ തൊടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റിലക്കൊടി അവനവൻ്റെ തൊടിയിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതില്ലാത്ത ആൾക്കാരാണെങ്കിൽ കടയിൽ നിന്ന് ഈ വെറ്റില വാങ്ങാനായിട്ട് കിട്ടും. വെറ്റില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ തണ്ട് ഭാഗം, അതിൻ്റെ കാമ്പില്ലേ, ആ ഭാഗം നുള്ളിക്കളയണം. അവിടെ മൂദേവിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത്. അതുപോലെ തന്നെ അതിൻ്റെ അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയാണ്. ഈ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ മുറുക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ അറ്റം അറുത്തെടുത്തിട്ട് അവനവൻ്റെ വലതുഭാഗത്തെ ചെവിയോട് ചേർത്ത് ഒട്ടിച്ചു വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ മഹാലക്ഷ്മി തന്നോട് കൂടി ചേരാൻ വേണ്ടിയിട്ട്, ആ ഐശ്വര്യം തനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരിക്കലും വായിലിട്ട് മുറുക്കില്ല അവർ. അപ്പോൾ അത്ര വിശേഷപ്പെട്ട വെറ്റില നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ വെറ്റില എടുത്ത് നമ്മൾ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ നമ്മൾ ഭദ്രമായിട്ട് ഒരു വെറ്റില എടുത്ത് വയ്ക്കുക. അത് എടുക്കുമ്പോൾ മൂത്തതോ കീറിയതോ പൊട്ടിയതോ ആയിട്ടുള്ള വെറ്റില എടുക്കാതിരിക്കുക. നല്ല വെറ്റില, തളിർ വെറ്റില കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വെറ്റില എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു വെറ്റില എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പണം സൂക്ഷിക്കുന്ന ഭാഗത്ത് എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ആ പണത്തോടു കൂടി ചേർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വയ്ക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് നല്ലൊരു അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോൾ പണം പെട്ടെന്ന് ഇങ്ങനെ പണം അവിടുന്ന് ഇവിടുന്നും വരുമെന്നല്ല, പണം ഉണ്ടാവാനുള്ള ഒരു വഴി നമ്മളെ മുന്നിൽ തെളിഞ്ഞു കിട്ടും. അത് തന്നെ ധാരാളം മതിയല്ലോ അല്ലേ. നമ്മുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാനൊരു മാർഗം നമ്മുടെ മുമ്പിലുണ്ടായാൽ ബാക്കി നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഈ വെറ്റില വാടിപ്പോവാതെ അടുത്ത വെറ്റില വെക്കണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്കൊന്നും വാടില്ല. 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ, 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വാടുന്നതനുസരിച്ച് മാറ്റി വെറ്റില വെക്കണം. ഒരേ വെറ്റില തന്നെ ഉണങ്ങിപ്പോണവരെ അങ്ങനെ വെക്കരുത്. അതിന് എല്ലാ ദിവസവും മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല എങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി വെച്ച് നോക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ അഭിവൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.